സന്തോഷം, വല്ലാത്ത സന്തോഷം. ആ സന്തോഷം ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകുകയാണ്. നിങ്ങളോടുകൂടി പങ്കുവച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇശാ നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോഴേ എൻ്റെ വാട്സപ്പിൽ വീഡിയോ കോൾ റിങ് ചെയ്യാണ്. 1-2 ആക്ടിവിറ്റീസുകളുള്ളതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേ മറുതലക്കൽ നിലമ്പൂരുകാരനായി സുഭാഷാണ്. അദ്ദേഹത്തിൻ്റെ മടിയിൽ അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികൾ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ വലിയ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചെല്ലാം കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അതിൻ്റെ ആഴിയിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്, നാളത്തെ വിഷു ആഘോഷിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ കൊണ്ട് വലയാണ്. എടുത്ത ഒരു ലോണ് തിരിച്ചടക്കാനുള്ള മാർഗം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ തന്നെ കോട്ടക്കുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പ്രവാസി മലയാളിയാണ്. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ആ സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ 2 മക്കളും വീഡിയോ കോളിൽ നമ്മൾ അടുത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉമ്മൻ തരികയാണ്. ചുംബന ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ പറയുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയുന്നത് MDMA അല്ല, മദ്യമല്ല, ഒരു മയക്കുമരുന്നുമല്ല. നിരുപദ്രവകരമായ ഈ ലഹരി നിങ്ങളൊന്ന് നുണഞ്ഞു നോക്കൂ. ഇതിനേക്കാൾ രസകരമായ ഒരു ലഹരി ലോകത്തില്ല. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളുടെ ഹൃദയത്തിൽ പടർത്താൻ കഴിയുന്ന, മറ്റൊരാളുടെ ചുണ്ടിൽ പടർത്താൻ കഴിയുന്ന ചിരിയോളം ലോകത്ത് മനോഹരമായ ഒരു ലഹരി വേറെയില്ല. നിങ്ങളൊന്ന് നുണഞ്ഞു നോക്കൂ. ഈ ലഹരിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ കുമ്പളത്തെ സലീമിക്കാന്ന് അദ്ദേഹത്തിന്റെ പേര്, പ്രവാസി മലയാളിയാണ്. എല്ലാ റമദാനിലും 30 ദിവസം എൻ്റെ നാട്ടിലെ ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും ഇക്കാലമത്രയും, എൻ്റെ നാട്ടിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണെങ്കിലും 1000-ലധികം സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും 30 ദിവസം വിഭവ സമൃദ്ധമായി ആഹരിക്കാനുള്ള മുഴുവൻ വിഭവങ്ങളും അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. എങ്ങനല്ല, എവിടെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് എരിപൊരിയുന്ന വെയിലത്ത് പോയി ആണും പെണ്ണും ക്യൂ നിൽക്കലല്ല, വയോവൃദ്ധരായ മനുഷ്യർ വീർത്തു കുളിക്കുന്ന അത്തരം പരിപാടികളൊന്നുമല്ല. അവനവന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാന്റെയും അമ്മിണി ചേച്ചിയുടെയും ത്രേസ്യമ്മയുടെയൊക്കെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് അങ്ങോട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കും. 30 ദിവസവും ആ മനുഷ്യർക്ക് ഒരു കുറവില്ല. അരിയുടെ കുറവില്ല, പഞ്ചസാരയുടെ കുറവില്ല, തേയിലയുടെ കുറവില്ല. ഇതിലൊക്കെയാണ് ഇവർ ലഹരി കണ്ടെത്തുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഏത് ആഘോഷമാണെങ്കിലും, പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും, നമ്മൾ നമ്മുടെ കെട്ടിയോട് നമ്മുടെ കുട്ടിയോട് എന്നതിലേക്ക് ചുരുങ്ങുന്നതിനപ്പുറം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കിനാവ് മാത്രം കാണാൻ കഴിയുന്ന, ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവരെയും കൂടി നമ്മുടെ ആഘോഷത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പം അതിനേക്കാൾ മഹത്തരമായ മറ്റൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ സാർത്ഥകമാകുന്നത്. ഇവിടെ നോക്കൂ, ഈ വിഷുവുമായി ബന്ധപ്പെട്ട് നാളെ എല്ലാ ആളുകളും, ലോകത്തുള്ള മലയാളികൾ മുഴുവനും ഇത് ആഘോഷിക്കുമ്പം എത്രയോ മനുഷ്യർ പട്ടിണിക്കാരുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഏത് ആഘോഷങ്ങളിലും മറ്റുള്ളവൻ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് അത് സാർത്ഥകമാകുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ചുറ്റുവട്ടത്ത്, അത് മുസ്ലിം ആകട്ടെ അല്ലാത്തവരാകട്ടെ, നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും പട്ടിണി കിടപ്പുണ്ടെങ്കിൽ, അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴിയില്ലെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക. നമ്മളെല്ലാം പടച്ചവന്റെ സൃഷ്ടികളാണ്. നമ്മൾ അള്ളാന്റെ സ്വഭാവം സ്വീകരിക്കണം. അള്ളാഹു റഹ്മാനാണല്ലോ. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, നമ്മുടെ ആശയമുള്ളവരും ആശയമില്ലാത്തവരും അവൻ ഈ ദുനിയാവ് ഗുണം ചെയ്യുന്നുണ്ടല്ലോ, നമ്മളും അതുപോലെ ഗുണം ചെയ്തു കൊടുക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കും.